നമസ്കാരം പ്രിയരെ. ഇന്നത്തെ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം അവരുള്ള ഇടമാണ് നിങ്ങൾ മക്കൾ അനുഗ്രഹീതമായി മുന്നോട്ട് പോകാൻ കഴിയുക. അവരില്ലാത്ത ഒരു ഇടം, അവരില്ലാത്തൊരു വീട്, അവിടെ വളർന്നു വരുന്ന മക്കൾ, അവരുടെ മനസ്സിലുണ്ടാകുന്ന ആകുലതകൾ ഇതെല്ലാം വളരെ വലുതായിരിക്കും. എന്നാൽ മാതാപിതാക്കളുള്ള വീട്ടിൽ വളർന്ന് അവരുടെ താങ്ങും തണലുമേറ്റ് വളരുന്ന മക്കൾ അവർ എന്നെന്നും അനുഗ്രഹീതരായിട്ട് മുന്നോട്ട് പോകും. അതല്ലേ സത്യം? മാതാപിതാക്കൾ ഉള്ളയിടത്ത് എപ്പോഴും അവരുള്ളിടത്തോളം കാലം നിങ്ങൾ മക്കൾക്ക് വാതിലിൽ മുട്ടാതെ അവരുടെ അടുത്തേക്ക് കയറി ചെല്ലാം. എന്നാൽ അവരില്ലാതാകുന്ന ഒരു ദിവസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെല്ലണമെങ്കിൽ ആരുടെയൊക്കെയോ അനുവാദം നിങ്ങൾക്ക് വേണ്ടിവരും. അവർ രണ്ട് തണൽ മരങ്ങളായിട്ട് നിങ്ങളെ കാത്ത് പരിപാലിക്കാനുണ്ടാകും. ആ തണൽ മരങ്ങൾ നഷ്ടപ്പെട്ടാലോ പിന്നെയോ അനുവാദം ചോദിക്കാതെ ഒരിടത്തും നിങ്ങളുടെ വീടാണെന്നും പറഞ്ഞ് കയറി ചെല്ലാനായിട്ട് പറ്റിയെന്നിരിക്കില്ല. അമ്മയുടെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് അച്ഛൻ്റെ വാക്കിനെയും അനുസരിക്കാൻ കഴിയാതെ അതിനെ ക്ഷമയോട് കേട്ട് മുന്നോട്ട് പോകുവാൻ പഠിക്കുക എന്നുള്ളതാണ് മക്കൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഒരു കാര്യം. നിങ്ങൾ മക്കൾക്ക് അമ്മയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ വീട് ശൂന്യമാണ്. ശൂന്യമായ വീട്ടിലേക്ക് ഒരിക്കലും ഒരു മക്കളും അവിടെ താമസിക്കുവാൻ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ തലമുറയിലെ മക്കൾ അവർ മാത്രം തനിച്ച് വേറെ ആരുടെയും ഒരു സപ്പോർട്ടും ഒന്നും വേണ്ട, അവർ മാത്രം ഉള്ള ലോകത്ത് വേറെ ആരും വേണ്ട എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വീട് ശൂന്യമായിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ അവർക്ക് താല്പര്യവും ഇഷ്ടവും എന്ന് കരുതാതെ വയ്യ. കാരണം ഇന്നത്തെ ന്യൂജൻ പിള്ളേരല്ലേ. അച്ഛനില്ലാത്ത വീട് ഇരുട്ടിലായിരിക്കും. മാതാപിതാക്കൾ ഉള്ള കാലം മക്കളെ സംബന്ധിച്ച് അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം. അപ്പോൾ ഈ വീഡിയോ ഇതിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഓരോ മക്കളും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്നായി മുന്നോട്ട് പോവുക. മക്കൾ നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് തണലാകാൻ വടുവൃക്ഷമായി മാറുന്ന സമയത്ത് നിങ്ങളാകുന്ന തണൽ അവരിലേക്കും എത്തിക്കണം. കാരണം അവരാകുന്ന വെളിച്ചത്തിലൂടെ, അനുഗ്രഹീതമായ വഴിയിലൂടെ, അവർ ചൊല്ലിത്തന്ന പാഠങ്ങളിലൂടെയൊക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് കാണുന്ന ഈ രൂപവും ഭാവവും നിങ്ങളുടെ പദവിയും എല്ലാം നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന വീണ്ടും വിചാരം ഓരോ മക്കളിലും അവരുടെ മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ മാതാപിതാക്കൾ വടുവൃക്ഷമാകുന്ന ആ ഒരു സമയം എത്തുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടയാക്കുക, അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുക, അവരുടെ സ്വത്ത് മാത്രം മതി എന്ന രീതിയിൽ കഴിഞ്ഞിടെ ഒരു വീഡിയോ കാണാനിടയായി. വയോധികനായ ഏകദേശം ഒരു 90 വയസ്സിനടുത്ത് വരുന്ന ഒരു അച്ഛൻ്റെ ഒരു വീഡിയോയാണതിൽ പറഞ്ഞു വെച്ചിരുന്നത്. ആ വീഡിയോയിൽ പറയുന്നത് അച്ഛന് 2 ആൺമക്കളാണ്. ആൺമക്കൾ 2 സമൂഹത്തിൽ നല്ല പദവിയും പത്രാസും ഉയർന്ന ജോലിയും ഉള്ളതാണ്. ഗവൺമെൻറ് എംപ്ലോയീസാണ് 2 പേരും. ഈ ഗവൺമെൻറ് എംപ്ലോയീസ് ആയ മക്കളിൽ 2 പേർക്കും നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു കൊടുത്തു. അച്ഛൻ മാത്രമായി ആ വീട്ടിലെ മക്കൾ 2 പേരും അവരുടെ സൗകര്യാർത്ഥം വിദൂരങ്ങളിലേക്ക് പോയി. അച്ഛനെ നോക്കാൻ പിന്നെ ആരുമില്ലാതെയായി. ഈ പ്രായമെത്തിയ ഈ സായാഹ്ന വേളയിലെ ആ അച്ഛൻ സമ്പാദിച്ചതൊക്കെ ആ മക്കൾക്ക് വേണ്ടിയിട്ട് സകലതും കൊടുത്തു. താമസിക്കുന്ന വീടും എന്താ പറയുക, ക്രൂക്കഡ് മൈൻഡുള്ള മക്കളിൽ ആരോ ഒരാൾ അത് സ്വന്തം പേരിലേക്ക് എഴുതി വാങ്ങി. എന്നിട്ടോ കൂടെ അച്ഛനെ താമസിപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. അച്ഛനെ വേറിട്ട വൃദ്ധസദനങ്ങളിൽ ചേർത്ത്, ഇവിടെ കോട്ടയത്തൊരു സ്നേഹക്കൂടെന്ന അഭയമന്ദിരമുണ്ട്. ഇന്ന് അച്ഛൻ അതുപോലുള്ള അഭയമന്ദിരത്തിലായിരിക്കും ഇവരുടെയൊക്കെ ആസ്ഥാനമായിട്ട് പിന്നീട് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ അച്ഛൻ കഴിയുന്നത് ഗാന്ധിഭവൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? പത്തനംതിട്ടയിലാണ്. ആ ഗാന്ധിഭവനിലാണ് ഈ 90 വയസ്സുകാരനായ അച്ഛൻ. നാട്ടുകാർ മൊത്തം പറയുന്നത് കേട്ട് ആ അച്ഛന് അവിടെ പരിസരവാസികളായിരുന്നു ആ അച്ഛന് ആഹാരം വരെ കൊടുത്തിരുന്നത്. മക്കൾ 2 പേരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവരുടെ പദവിക്ക് യോജിക്കില്ലത്രേ. ആരോഗ്യമുള്ള സമയത്ത് തൻ്റെ ആരോഗ്യവും നല്ല രീതിയിൽ വിദ്യാഭ്യാസവും കോടീശ്വരനാകാൻ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് ഇന്ന് മക്കൾ 2 പേരും കോടീശ്വരന്മാരാണ്. പക്ഷേ ഇന്ന് അച്ഛനെ വേണ്ടവർക്ക്. ഇതാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ മക്കളുടെ മാതാപിതാക്കളുടെ പെരുമാറ്റ രീതി. അത് നിങ്ങൾ
വീണ്ടും വിചാരത്തോടുകൂടി റീതിങ്ക് ചെയ്തുകൊണ്ട് മാത്രമേ മാതാപിതാക്കളോട് നിങ്ങൾ ഇടപെടാവുള്ളൂ. കാരണം എത്ര വലിയ ഉന്നത പദവിയും നിങ്ങളിൽ എത്തുന്നത് ആകാശത്തുനിന്ന് പൊട്ടിമുളച്ചിട്ടുണ്ടാകുന്നതല്ല. നിങ്ങൾക്ക് കിട്ടുന്ന പദവിയും ഒരു സമയത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളെ പ്രത്യാശയോടുകൂടി മാതാപിതാക്കളുടെ കൂടി ആഗ്രഹമായിരുന്നു നിങ്ങൾ ഇന്ന രീതിയിൽ വളരണം, ഇന്ന രീതിയിലേ നിങ്ങൾ മുന്നോട്ട് പോകണം, അതിലൂടെ അവരാഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെ അവർക്ക് നിങ്ങളെയും കൂടെ കിട്ടണം എന്നൊരാഗ്രഹം. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ വഴിയിലെത്തി നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൈവശം വന്നു കഴിയുമ്പോൾ ഇന്നെന്താ നാം കണ്ടുവരുന്നത്? നിങ്ങളുടെ രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അവിടെ മാതാവിൻ്റെ ചിന്തയ്ക്കോ മാതാവിൻ്റെ വാക്കുകൾക്കോ ചെവി കൊടുക്കാതെയായിരിക്കും നിങ്ങളുടെ ഓരോ പ്രയാണവും. ആ മാതാവിൽ നിങ്ങൾ വരുത്തിയ മാനസികമായ വിഷമവും മാനസികമായ മുറിവും അവരുടെ മരണത്തോടുകൂടി മാത്രമേ അത് അവരിൽ നിന്നും അകന്നു പോകൂ. ഒരു മക്കളും മാതാപിതാക്കളുടെ നേരെ അവരുടെ മനസ്സിന് മുറിവുണ്ടാക്കുന്ന തരത്തിലെ, അവരുടെ വാക്കിന് വില കൽപ്പിക്കാത്ത രീതിയിലെ, അവരെ അനുസരിക്കാത്ത രീതിയിലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങളുടെ വഴിയിൽ ദിശാബോധത്തോടുകൂടി ഈ വഴിയിലെ നിങ്ങൾ ഇന്ന് എവിടെയാണോ ഏത് പദവിയിലാണോ നിൽക്കുന്നത് അതിലെത്തിക്കാൻ അവർ പണിപ്പെട്ട അവരുടെ സമയം, അവരുടെ ഏറ്റവും വിലപ്പെട്ട വിഭവങ്ങൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് നിങ്ങളിൽ വിഭവശേഷി വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരുപക്ഷെ ആ മാതാപിതാക്കളോട് മനസ്സ് തുറക്കില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സ് തുറക്കുവാനും പങ്കുവയ്ക്കുവാനും എല്ലാം നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടിലൂടെ മാത്രമായിരിക്കും. അതല്ല വേണ്ടത്. നന്ദിയോടുകൂടി നിങ്ങൾക്ക് തന്ന ഈ ജീവിതം അതെൻ്റെ മാതാപിതാക്കൾക്ക് കൂടി കടപ്പാടോടുകൂടി വേണം ഞാൻ മുന്നോട്ട് പോകേണ്ടത്, അവരെ അനുസരിക്കേണ്ടത്, അവർക്ക് നിങ്ങൾ മാത്രമാണ് തുണയായിട്ടുള്ളത് എന്ന ചിന്ത കൂടി മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഏവർക്കും സമർപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നാളിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവരോടും അതിയായ സ്നേഹം, അതിയായ നന്ദി. താങ്ക് യു.